ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് രണ്ടാം ദിവസമായ ഇന്ന് ഇവിടെ നവരാത്രി മാഹാത്മ്യം ഭക്തി പ്രഭാഷണം അവതരിപ്പിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ താലൂക്ക് യൂണിയൻ NSSൻ്റെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി N. കൃഷ്ണകുമാർ സാറാണ്. അദ്ദേഹം ഈ തൊട്ടതൊക്കെ പൊന്നാക്കുന്ന മാതിരിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയാണ്. നേരത്തെ ഉണ്ടായിരുന്ന കരയോഗങ്ങളായാലും താലൂക്കാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ വന്നപ്പോഴും താലൂക്ക് സെക്രട്ടറി എന്താണെന്നും അതുപോലെ തന്നെ കരയോഗങ്ങളുടെ പവറുകൾ എന്താണെന്നും ഒക്കെ വളരെ വ്യക്തമായി ഓരോ കരയോഗങ്ങൾക്കും പറഞ്ഞു കൊടുത്ത് അതായത് ഈ ക്ഷമയോടുകൂടി ചെയ്യുന്ന കാര്യത്തിന് അദ്ദേഹത്തെ നമിക്കുക തന്നെ വേണം, അല്ലാതെ വേറെ നിർത്തിയൊന്നുമില്ല. അത്രയും എഫേർട്ട് എടുത്ത് അതായത് ഒഴിഞ്ഞു പോയിട്ടുള്ളവരെ അടക്കം നമ്മുടെ എന്താ പറയുക കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തി വളരെ നല്ല രീതിയിൽ കൊണ്ടു നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എന്നതിലുപരി ആത്മീയമായിട്ട് നല്ല പ്രവൃത്തി, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ആത്മീയ പ്രഭാഷണങ്ങളും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമുക്ക് ഇന്ന് ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിന് താലൂക്ക് യൂണിയനിൽ ചെന്നപ്പോൾ വെറുതെ സാറേ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞുള്ളൂ. അതിനെന്താണ് ഒരു വിരോധവുമില്ല, എന്നാണ് വേണ്ടതെന്ന് നമ്മളോട് ഡേറ്റ് ചെയ്ത്. കാരണം അത്രയും എല്ലാ കാര്യങ്ങളിലും എടുക്കുന്ന എഫേർട്ട് ഈ ഒരു കാര്യത്തിനും. കാരണം ഇത്രയും നേരം ഓഫീസിലിരുന്ന് പുള്ളി അത് കഴിഞ്ഞ് വീട്ടിൽ പോയി പുള്ളിയെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും എപ്പോഴും എത്തിപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മുടെ ഈ മന്നം നവരാത്രി മഹോത്സവത്തിലെ രണ്ടാം ദിനമായ ഇന്നേക്ക് ഇവിടെ എത്തിയ അദ്ദേഹത്തെ നമ്മുടെ കമ്മിറ്റിക്ക് വേണ്ടിയും ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബ മോളുണ്ട്, അമ്മയുണ്ട്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സന്തോഷ്, അദ്ദേഹം NSSമായി ബന്ധപ്പെട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അവരെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പരിപാടി കാണുവാൻ എത്തിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളെയും മന്നം ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറേ സ്വാഗതം. പരിപാടി ആരംഭിക്കാൻ സാറെ ക്ഷണിച്ചുകൊള്ളുന്നു. പഠിച്ചു കഴിഞ്ഞിട്ടുള്ള വ്യക്തിയൊന്നല്ലല്ലോ. ആത്മീയ വിഷയങ്ങളെയും ആധ്യാത്മിക വിഷയങ്ങളെയും കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരാൾ മാത്രം. മറ്റ് പ്രാസംഗിക വേദികളിൽ പറയുന്നത് പോലെ ചിലപ്പോൾ ഈ ആധ്യാത്മിക വേദിയിൽ ചിലപ്പോൾ നന്നാകണമെന്നില്ല. അതുകൊണ്ട് ആദ്യം തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നവരാത്രി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ മഹത് മുഹൂർത്തത്തിൽ മന്ദത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള ആ അനുഗ്രഹം തന്ന ഭഗവതിയോടും ഗുരുപരമ്പരകളോടും അവരെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ മാത്രം ഈ നവരാത്രി ആഘോഷവേളയിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നവരാത്രി നമുക്കറിയാം, നമ്മുടെ സംസ്കാരം, ഭാരതീയ സംസ്കാരം, ആ സംസ്കാരത്തിൽ മറ്റ് പല സംസ്കാരങ്ങളും ലോകത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവയൊക്കെ നാശോന്മുഖമായി മാറിയപ്പോഴും ആയിരത്താണ്ട് വർഷങ്ങൾ വൈദേശിക ഭരണത്തിൻ്റെ കീഴിൽ ഇരുന്ന നമ്മുടെ രാജ്യം ഒട്ടനവധി സമ്പത്തും ഒട്ടനവധി മൂല്യങ്ങളും നമ്മളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ടും നമ്മുടെ ആ സംസ്കാരം, സനാതന സംസ്കാരം ഒരിക്കലും നശിച്ചില്ല എന്നുള്ളതാണ് സത്യം. മറ്റു പല രാജ്യങ്ങളുടെയും സംസ്കാരം നശിച്ചപ്പോഴും ഇന്ന് നിലനിൽക്കുന്നൊരു സംസ്കാരമുണ്ടെങ്കിൽ അത് ഭാരതീയ സംസ്കാരമാണ്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി നാം ജനിച്ച നമ്മുടെ രാജ്യത്തെ അമ്മയെപ്പോലെ പൂജിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ രാജ്യത്തെ ഭാരതാംബയായിട്ട്, ഭാരതത്തെ മാതാവായിട്ട് കണ്ട് പരിപാലിക്കുന്ന ആ സംസ്കാരത്തിൻ്റെ ഉടമകളാണ്. ഒരു രാജ്യത്ത് പോലും അത്തരം സംസ്കാരങ്ങളില്ല എന്നുള്ളത് സത്യം. അത് ഭാരതത്തിന് മാത്രം അവകാശപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ നവരാത്രിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ
ആ ആദി പരാശക്തിയെ, അമ്മയെ, ആ മാതാവിനെ പൂജിക്കുന്ന ഒരു മഹത്തായ 9 ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ സനാതന സംസ്കാരത്തിൽ നമ്മുടെ ഋഷി പരമ്പരമാർ നമുക്ക് നൽകിയ ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളതാണ് മനുസ്മൃതി. ആ മനുസ്മൃതിയിൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു വാചകം, എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ വസിക്കും. എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ വസിക്കും. അത്രയും മാതാവിനെയും അമ്മയെയും സഹോദരിയെയും സ്ത്രീയെയും ഒക്കെ വളരെ മഹനീയമായ കണ്ണുകളോടുകൂടി പരിപാലിച്ചു കൊണ്ടിരുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ആ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് ഈ നവരാത്രി ആഘോഷം. ആദിപരാശക്തിയായ അമ്മയെ, ആദിപരാശക്തിയായ ആ ഭഗവതിയെ, ആ ദേവിയെ പൂജിക്കുന്ന മഹനീയമായ ഒരു മുഹൂർത്തം. നമുക്കറിയാം, നമ്മുടെ ഓണമായാലും വിഷു ആയാലും ഹോളി ആയാലും തിരുവാതിരയായാലും ഒരു പ്രദേശത്ത് മാത്രം ആഘോഷിക്കുന്ന ആഘോഷമാണെങ്കിൽ നവരാത്രി ഭാരതം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. പല പേരുകളിൽ, പല രീതികളിൽ, പല ചടങ്ങുകളോടുകൂടി ഭാരതം മുഴുവൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന നവരാത്രി ആഘോഷം. ഉത്തരഭാരതത്തില് രാമലീല എന്ന പേരിലും, കർണാടകത്തിൽ ദസറ എന്ന പേരിലും, ബംഗാളിൽ ദുർഗാപൂജ എന്ന പേരിലും, കേരളത്തിൽ പൂജവയ്പ്പെന്നും ആയുധപൂജ എന്ന് പറയുന്ന പേരിലുമൊക്കെ നവരാത്രി ആഘോഷിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ദേശത്തും ഹൈന്ദവ ജനത വളരെ ഭംഗിയായി പരിപാലിക്കുന്ന ഒരു ആഘോഷമാണ് നവരാത്രി ആഘോഷം. ഇതിൻ്റെ ഐതിഹ്യത്തിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നവരാത്രിയെക്കുറിച്ച്. മഹിഷാസുരൻ ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം മേടിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു സ്ത്രീയാൽ മാത്രമേ മരണപ്പെടുവാൻ പാടുകയുള്ളൂ എന്ന വരം മേടിച്ച ആ മഹിഷാസുരൻ അഹങ്കാരിയായി മാറുകയും മനുഷ്യരെയും ദേവന്മാരെയും ഋഷി പരമ്പരകളെയും ഋഷീശ്വരന്മാരെയും ഒക്കെ ഉപദ്രവിച്ചുകൊണ്ട് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരടങ്ങുന്ന ത്രിമൂർത്തികളും ഋഷീശ്വരന്മാരും ദേവന്മാരും ഒക്കെ ആദി പരാശക്തിയുടെ മുന്നിൽ തപസ് ചെയ്തു. ഞങ്ങളെ മഹിഷാസുരനിൽ നിന്നും മോചിപ്പിച്ചു തരണം, ഞങ്ങളെ മഹിഷാസുരന്റെ ഉപദ്രവത്തിൽ നിന്നും മോചിപ്പിച്ചു തരണം. ആദി പരാശക്തി അവർക്ക് അനുഗ്രഹം നൽകി, ഞാൻ മോചിപ്പിച്ചു കൊള്ളാം. അങ്ങനെ 9 ദിവസങ്ങൾ മഹിഷാസുരനുമായി വലിയൊരു യുദ്ധം ദേവി നടത്തുകയുണ്ടായി. ആ 9 ദിവസം കഴിഞ്ഞ് 10ാം ദിവസം മഹിഷാസുരനെ വധിച്ചു. അതിൻ്റെ ഒരു ഐതിഹ്യമാണ് നമ്മൾ നവരാത്രിയുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. നവരാത്രിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. നമുക്കെല്ലാം അറിയാം, രാമരാവണ യുദ്ധത്തിൽ രാവണനെ വധിക്കാൻ വേണ്ടി ശ്രീരാമൻ 9 ദിവസങ്ങൾ ദേവിയെ ഭജിച്ചു. ആ 9 ദിവസത്തിന്റെ ഭജന കഴിഞ്ഞ് 10ാം ദിവസമാണ് രാവണനെ വധിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ ഐതിഹ്യങ്ങൾ നവരാത്രിയുമായി ബന്ധപ്പെട്ടുണ്ട്. ആ രാമരാവണ യുദ്ധത്തിന് രാവണന്റെ വധത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഡൽഹിയിലും ഉത്തരഭാരതത്തിലുമൊക്കെ രാമലീലകൾ വളരെ ഭംഗിയായി ആഘോഷിക്കുന്നത്. നമ്മളൊക്കെ ദേവിയുമായി ബന്ധപ്പെടുത്തി, മഹിഷാസുര വധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നവരാത്രിയുടെ വിശ്വാസത്തിൽ ആ നവരാത്രിയുടെ ആഘോഷങ്ങൾ നടത്തുകയാണ്. നമുക്കറിയാം, നവരാത്രി നമ്മൾ കേരളത്തില് പ്രധാനമായും 3 ദിവസങ്ങളിൽ നമ്മൾ നവരാത്രിയുമായി ബന്ധപ്പെടുത്തി ആഘോഷിക്കാറുണ്ട്. ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും. മറ്റ് പ്രദേശങ്ങളിലൊക്കെ 9 ദിവസങ്ങളിൽ നവരാത്രി ആഘോഷവും 10ാം ദിവസം വിജയദശമിയുമായിട്ടാണ് നവരാത്രിയുടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകാറ്. പക്ഷെ നമ്മൾ കേരളവും ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും, ദേവീക്ഷേത്രങ്ങൾ എന്ന് വേണ്ട, അല്ലാതെ ഉള്ള ക്ഷേത്രങ്ങളിലുമൊക്കെ 9 ദിവസങ്ങളിൽ നവരാത്രിയുടെ വിവിധ ആഘോഷങ്ങൾ, വിവിധ കലകളുടെ, വിദ്യയുടെ ആഘോഷങ്ങളായി നവരാത്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 9 ദിവസങ്ങളിൽ 3 ദിവസം വീതമാണ് നവരാത്രിയെ നമ്മൾ കണക്കിലെടുക്കാറ്. ആദ്യത്തെ 3 ദിവസം ദുർഗയെയും ഭദ്രകാളിയെയും ഭജിക്കുവാനും, പിന്നത്തെ 3 ദിവസം മഹാലക്ഷ്മിയെ ഭജിക്കുവാനും, പിന്നത്തെ 3 ദിവസം
സരസ്വതിയെ ഭജിക്കുവാനുമായിട്ടാണ് നമ്മൾ നവരാത്രിയുടെ ആ 3 ദിവസത്തെ പങ്കുവയ്ക്കുന്നത്. ഹൈന്ദവ സമാജത്തിൻ്റെ, ഹൈന്ദവ ധർമ്മത്തിൻ്റെ ഓരോ ആഘോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ട ഓരോ സന്ദേശങ്ങളും തരുന്നതാണ്. എല്ലാ ആഘോഷങ്ങളും, നവരാത്രി ആയിക്കൊള്ളട്ടെ, ഓണമായിക്കൊള്ളട്ടെ, തിരുവാതിര ആയിക്കൊള്ളട്ടെ, വിഷു ആയിക്കൊള്ളട്ടെ, മറ്റേത് വിശേഷ ദിനങ്ങളായിക്കൊള്ളട്ടെ, ഇതൊക്കെ നമ്മുടെ ഗുരു പരമ്പരമാർ നമുക്ക് പകർന്നു നൽകിയത് നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ട ഒട്ടേറെ സന്ദേശങ്ങൾ അതിൽ ഒളിച്ചു വെച്ചുകൊണ്ടാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ഈ ആഘോഷങ്ങളിലൊക്കെ നമ്മൾ പങ്കാളികളാകേണ്ടത്. നമുക്കറിയാം, 3 ദിവസങ്ങളിൽ ആദ്യത്തെ 3 ദിവസം ദുർഗയെയും ഭദ്രകാളിയെയും പൂജിച്ചുകൊണ്ട് നവരാത്രി ആഘോഷിക്കുക. എന്താണ് ആ ദേവിമാരെ പൂജിക്കാനുള്ള കാരണം? മഹിഷാസുരൻ എന്ന ശത്രുവിനെ ദേവന്മാർക്കും ത്രിമൂർത്തികൾ അടക്കമുള്ള ദേവന്മാർക്കും ഋഷീശ്വരന്മാർക്കും മനുഷ്യർക്കുമൊക്കെ പേടി സ്വപ്നമായിരുന്ന മഹിഷാസുരൻ എന്ന അസുരനെ വധിച്ച ആ ദുർഗാദേവിയെ, ആ ഭദ്രകാളിയെ ആ 3 ദിവസം നമ്മൾ ഭജിക്കുകയാണ്. ശത്രുവിനെ ഇല്ലായ്മ ചെയ്ത ഭദ്രകാളി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ 3 ദിവസം ഭജിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? നമ്മുടെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയായിരിക്കണം. നമ്മുടെ തൊട്ട അയൽവക്കക്കാരൻ നമ്മുടെ ശത്രുവാണെങ്കിൽ അയാളെ ഇല്ലാതാക്കാൻ വേണ്ടി ഭജിക്കാനാണോ ഈ 3 ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമ്മുടെ ഓഫീസിൽ നമ്മളെക്കാളും മുന്നിലേക്ക് കയറുവാൻ നമുക്ക് ഉപദ്രവങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അയാളെ ഉപദ്രവിക്കാനാണോ നമ്മൾ ആ 3 ദിവസങ്ങൾ ചെലവഴിക്കേണ്ടത്? ഇവിടെ ഈ അമ്പലത്തിലും ഉണ്ടാകാം ശത്രു സംഹാര പുഷ്പാഞ്ജലി ഉണ്ട്, ഇല്ലേ? നമ്മളൊക്കെ ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കുന്നവരാ, അല്ലെ? എന്തിനു വേണ്ടിയാ? അയൽവക്കത്തെ നമ്മുടെ ശത്രു ഇല്ലാതാവണം, അല്ലേ? അയൽവക്കത്തെ നമ്മുടെ ശത്രു ഇല്ലാതാവാനായി നമ്മൾ ഇവിടെ വന്ന് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തും. ആ ശത്രു മറ്റൊരു അമ്പലത്തിൽ പോയി നമുക്കെതിരൊരു ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തി എന്താ സ്ഥിതി? നമ്മൾ നശിച്ചു പോകുന്നുണ്ടോ? ക്ഷേത്രത്തിലെ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തില് ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കുന്നത്. നമുക്ക് ശത്രുദോഷം വരാതിരിക്കാനാണ് നമ്മൾ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നത്. അപ്പോൾ നവരാത്രിയുടെ ആദ്യത്തെ 3 ദിവസങ്ങളിൽ ദുർഗാദേവിയെയും ഭദ്രകാളിയെയും ഭജിക്കുമ്പോൾ മഹിഷാസുരൻ എന്ന ശത്രുവിനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ശത്രുവിനെയും നമ്മുടെ ശത്രുവിനെയും ഇല്ലായ്മ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാനാണോ ആ 3 ദിവസങ്ങൾ നമ്മൾ ചെലവഴിക്കേണ്ടത്? അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള അധമ വികാരങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള നീച ചിന്തകൾ, നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ വികാരങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള തമോ ഗുണത്തെ, നമുക്കറിയാം 3 ഗുണങ്ങളാണ്: തമോ ഗുണവും രജോ ഗുണവും സാത്വിക ഗുണവും. നമ്മുടെ ഉള്ളിലുള്ള ആ തമോ ഗുണത്തെ ഇല്ലായ്മ ചെയ്ത് പ്രാർത്ഥിക്കാനാണ് ഈ 3 ദിവസങ്ങൾ നമ്മൾ ചെലവഴിക്കേണ്ടത്. ദുർഗാദേവിയും ഭദ്രകാളിയെയും പൂജിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അധമ ചിന്തകളെയും നീച വികാരങ്ങളെയും ഇല്ലാതാക്കി തരണമേ ദൈവമേ ഭഗവതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആ 3 ദിവസങ്ങൾ നമ്മൾ ചെലവഴിക്കേണ്ടത്. പിന്നെയുള്ള 3 ദിവസം എന്താ? മഹാലക്ഷ്മിയെ, സമ്പത്തിന്റെ അതിദേവതയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാനായിട്ടാണ് പിന്നെയുള്ള 3 ദിവസങ്ങൾ. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുക എന്താ? നമുക്ക് കുറെ സ്വത്തുണ്ടാവണം, നമുക്ക് കുറെ പണം ഉണ്ടാവണം. പണമുള്ളവരൊക്കെ സുഖമായിട്ട് ജീവിക്കണ്ടോ? ഒന്നുമില്ല, ഒരാളും ജീവിക്കണില്ല. അങ്ങനെയുള്ളവര് ചെറുപ്പകാലത്ത് പിശുക്കി ജീവിച്ച് കുറെ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ വയസ്സുകാലത്ത് നല്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാണ്ടാവും, ഇല്ലേ? ഷുഗർ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും. ചെറുപ്പത്തിൽ പിശുക്കി ജീവിച്ചതാ, ചിലപ്പോൾ അൾസറും വന്നിട്ടുണ്ടാകും അന്ന് ഭക്ഷണം കഴിക്കാത്തത്. അപ്പോ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം കീഴടക്കി അദ്ദേഹത്തിൻ്റെതായ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിയ അലക്സാണ്ടർ ചക്രവർത്തി വളരെ ചെറുപ്പത്തിൽ തന്നെ രോഗാവസ്ഥയിലായി. രോഗാവസ്ഥ തുടർന്ന് മരണശൈലിയിലേക്ക് എത്തി അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹം മരണശൈലിയിൽ കിടന്നപ്പോൾ തൻ്റെ കൂടെയുള്ള അനുയായികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ, എൻ്റെ ശവപ്പെട്ടിയിൽ എന്നെ കെടുത്തുമ്പോൾ എൻ്റെ 2 കൈയും പുറത്തേക്ക് ഇടണം, എൻ്റെ 2 കൈയും പുറത്തേക്ക് ഇടണം. കൂടെയുള്ളവർ ചോദിച്ചു, എന്തിനു വേണ്ടിയാ? അപ്പൊ പറഞ്ഞു, സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കിയ, സമ്പത്തുകൾ ഉണ്ടാക്കിയ
അലക്സാണ്ടർ ചക്രവർത്തി പോലും മരിച്ചു കഴിയുമ്പോൾ വെറും കൈയോട് കൂടിയാണ് പോകുന്നത്, വെറും കൈയോട് കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഭൗതിക സമ്പത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സമ്പത്ത് നമുക്കുണ്ട്. ആ സമ്പത്തിന് വേണ്ടിയാണ് ഭഗവതിയോട്, ദേവിയോട് പ്രാർത്ഥിക്കേണ്ടത്. ഭഗവത്ഗീതയിൽ ഒരു മനോഹരമായ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാ: അവനവനെ ഉയർത്തുന്നതും അവനവനെ താഴ്ത്തുന്നതും അവനവൻ തന്നെയാണ്. അവനവന്റെ ശത്രുവും അവനവന്റെ മിത്രവും അവനവൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ ശത്രു ആരാ? നമ്മൾ തന്നെയാ. നമ്മുടെ മിത്രമാരാ? നമ്മൾ തന്നെയാ. നമ്മൾ ഉയർത്തുന്നതാരാ? നമ്മൾ തന്നെയാണ്. താഴ്ത്തുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോ നമ്മളെ ഉയർത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം ഈ 3 ദിവസം മഹാലക്ഷ്മിയുടെ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഇടയിലേക്ക് സദ്വികാരങ്ങൾ, സദ്ചിന്തകൾ ഒക്കെ ഉണ്ടായി, വിനയമുണ്ടായി, നല്ല ഗുണങ്ങളുണ്ടായി, നല്ല മനുഷ്യനായി ഈ ലോകത്തിന് നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ നൽകാൻ പറ്റുന്ന ആ ചിന്താഗതിയും ആശയവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുവാനായിരിക്കണം ഭൗതിക സമ്പത്തിനോടൊപ്പം തന്നെ നമ്മൾ മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കേണ്ടത്. ആ 3 ദിവസവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്തരത്തിലായിരിക്കണം. അല്ലാതെ വെറുതെ സമ്പത്ത് ഉണ്ടാക്കാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. വെറുതെ സമ്പത്ത് ഉണ്ടാവുകയില്ല. ഇപ്പൊ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും. എന്താ കാര്യം? അമ്മമാര് മക്കളെ ഓടിച്ചു വിടും. എന്തിനാ? പേന പൂജിക്കണം, ചരട് പൂജിക്കണം, വിദ്യാഗോപാല അർച്ചന കഴിക്കലായി, പുഷ്പാഞ്ജലികൾ കഴിക്കലായി. എന്താ? പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ. കിട്ടോ? അവിടെയും പഴയ വാക്കുണ്ട്, താൻ പാതി ദൈവം പാതി. ദൈവം പാതി തരും. അതിനെന്ത് വേണം? നമ്മൾ നമ്മുടെ പാതി ചെയ്യണം. നമ്മൾ അധ്വാനിച്ചാലേ, നമ്മൾ പ്രവർത്തിച്ചാലേ, നമ്മൾ കർമ്മനിരതനായാലേ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാകുകയുള്ളൂ. നമുക്കറിയാം, അലസത മാറ്റാനായിരിക്കണം മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ വരും. ഇപ്പൊ നിങ്ങൾ തന്നെ കൂടുതൽ അമ്മമാരാ, ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ആലോചിക്കും ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന കറി വെക്കണം. പക്ഷെ അപ്പൊ തന്നെ ചിന്ത വരും, പുതിയൊരു യൂട്യൂബിൽ കണ്ട കറിയായിരിക്കും, യൂട്യൂബിൽ കണ്ട ഡിഷായിരിക്കും. അപ്പൊ തന്നെ മനസ്സിലേക്ക് ചിന്ത വരും. എന്ത് വരും? അയ്യോ, ചെയ്ത മോശമാവോ, ചെയ്ത അത് നന്നാവില്ലേ? അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലുള്ള ചെകുത്താൻ എന്ന് പറയാം. ആ ചെകുത്താൻ നമ്മുടെ ഉള്ളിൽ എന്ത് പറയും? ചെയ്യണ്ട. അപ്പൊ ശ്രമിച്ചാൽ പരാജയം അടയും എന്ന് വിചാരിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതാണ് കുഴപ്പം. ശ്രമിച്ചാൽ വിജയിക്കുമെന്ന ആ ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം അതുണ്ടാകണമേ. എന്തുണ്ടാകണം? മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കണം. അലസത, കർമ്മ നൈരാശ്യം അതൊന്നും എൻ്റെ മനസ്സിലേക്ക് വരല്ലേ ദേവി എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മളൊക്കെ ചിലപ്പോൾ എല്ലാ ദിവസവും ഒരു രാത്രി കിടക്കുമ്പോൾ ഒരു ശബ്ദം ചെയ്യും. ഞാനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വേണം, നാളെ 5 മണിക്ക് എണീക്കണം. എന്തിനാ? ഒന്ന് നടക്കാൻ പോകണം, ഒന്ന് എക്സസൈസ് ചെയ്യണം. അപ്പൊ തീരുമാനിക്കും, രാത്രി കിടക്കും, 5 മണിക്ക് അലാറം വയ്ക്കും. എന്തുണ്ടാവും? അലാറം വരുമ്പോ നമ്മളൊരു ചെകുത്താൻ വിളിക്കും, പോലെ 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 എന്ന് പറയും. ഏതാ? പോകല്ലേ 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 എന്ന് പറഞ്ഞ് നമ്മള് ചെകുത്താൻ വിളിക്കും. ആരാ? ഏതാ ചെകുത്താൻ? നമ്മുടെ കിടക്ക, നമ്മുടെ കട്ടില്. ആ ചെകുത്താൻ നമ്മളെ വിളിക്കും. അലാറം ഒന്ന് ഓഫ് ചെയ്ത് നമ്മൾ വെക്കും. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എണീക്കാന്ന് വിചാരിക്കും. എണീക്കോ? എണീക്കില്ല. എനിക്കൊക്കെ പറ്റാറുള്ള അബദ്ധം തന്നെ തുറന്നു പറയണം. അപ്പൊ അങ്ങനെയുള്ള ചെകുത്താൻ, നമ്മുടെ മനസ്സിലുള്ള ചെകുത്താന്മാർ, നമ്മുടെ മനസ്സിലുള്ള പിശാചുക്കൾ, നമ്മുടെ മനസ്സിലുള്ള ശരിയല്ല ചെയ്യണ്ട എന്ന് പറയുന്ന ആ ശത്രുക്കളെയൊക്കെ മാറ്റി നമ്മുടെ ഇടയിലേക്ക് ആ അലസത വെടിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഊർജം തരുവാൻ വേണ്ടിയായിരിക്കണം മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പിന്നത്തെ 3 ദിവസം എന്താ? പിന്നത്തെ 3 ദിവസം വിദ്യയുടെ ദേവിയായ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക നമ്മൾ നവരാത്രി ദിനങ്ങൾ. വിദ്യ എങ്ങനെയാ? സ്കൂളിൽ നിന്ന് കിട്ടുന്ന മാത്രമാണോ വിദ്യ? നമുക്ക് ഒരു മനുഷ്യന് വിദ്യ കിട്ടുന്ന, അറിവ് കിട്ടുന്നത് 4 തരത്തിലാണെന്നാ പറയാം. ഒന്ന് കുടുംബത്തിൽ നിന്ന്, കുടുംബത്തിൽ അച്ഛൻ്റെയും അമ്മയിൽ നിന്നും, മുത്തശ്ശനിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവുകൾ, അതൊരു 25%.
പിന്നെയുള്ള അറിവുകൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന 25%, പിന്നെയുള്ളത് സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന 25%, പിന്നെ അനുഭവങ്ങളിൽ നിന്ന്. അനുഭവം നമുക്കറിയാം. ഒരു കൊച്ചുകുട്ടി തീയുടെ അടുത്തേക്ക് പോകുമ്പോൾ പോകണ്ട എന്ന് നമുക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അപ്പോൾ ആ കുട്ടി പോവില്ല. പിന്നെ ആ കുട്ടി പോയി ഒന്ന് തീയിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മരിക്കുന്നത് വരെ, ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവൻ മരിക്കുന്നവരെ തീയിൽ തൊടില്ല. അതാണ് അനുഭവങ്ങളിൽ നിന്നുള്ള പാഠം. അങ്ങനെ 4 തരത്തിലാണ് വിദ്യ അഭ്യസിക്കുക. കലാലയ ജീവിതത്തിൽ നിന്ന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യ മാത്രമല്ല, സരസ്വതി ദേവിയെ പൂജിക്കുന്നതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിദ്യയുള്ളവൻ വിനയമുള്ളവനാകും. അല്പവിദ്യയുള്ളവൻ അല്പജ്ഞാനി അഹങ്കാരിയായിരിക്കും. ആ അല്പജ്ഞാനിയാകാതെ വിദ്യ ആർജിച്ച് വിനയമുള്ളവനായി പ്രവർത്തിക്കാനും വിനയമുള്ളവനായി ജീവിക്കുവാനുമുള്ള കഴിവ്, അതുപോലെ നൃത്തത്തിലുള്ള, സംഗീതത്തിലുള്ള, അതുപോലെ ഒരു അധ്യാപകൻ എന്നും പഠിക്കേണ്ടവനാണ്. അധ്യാപകൻ പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കേണ്ടവനാണ്. അതുപോലെ ഒരു കൽപ്പണിക്കാരൻ അയാളുടെ പണിയിൽ കൂടുതൽ അറിവ് സ്വരൂപിക്കേണ്ടവനാണ്. അതുപോലെ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നവനും കൂടുതൽ അറിവുകൾ സ്വരൂപിക്കേണ്ടവനാണ്. ആ അറിവുകൾ ഉണ്ടാവാൻ, അതിനുള്ള പ്രേരണ തരുവാൻ, ഒരു കുഴപ്പം പോലും നമ്മുടെ നാവിലോ മനസ്സിലോ, മനസ്സാ വാച കർമ്മണ ഒരു കുഴപ്പം പോലും നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കാനാണ് സരസ്വതി ദേവി പൂജിക്കുക. സരസ്വതി ദേവി പണി കൊടുത്ത ഒരാളുണ്ട് നമ്മുടെ പുരാണത്തിൽ, അറിയോ നിങ്ങൾക്ക്? സരസ്വതി ദേവി ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം പണി കൊടുത്ത ഒരാളുണ്ട്. ആരാ? കൈകേയിയുടെ വിശ്വസ്ത ദാസിയായ മന്ദര, ഇല്ലേ? കൈകേയിയുടെ വിശ്വസ്ത ദാസിയായ മന്ദരയുടെ മനസ്സിലെ ആ നാവിലേക്ക് സരസ്വതി വന്നിട്ടാണ് ശ്രീരാമന്റെ കാരണമുണ്ടായത്, ഒരു കാരണം സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മുടെ നാവിലൊന്നും ആ മന്ദരയുടെ കടാക്ഷം അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകാതെ നല്ല സരസ്വതി കടാക്ഷം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ നവരാത്രി ദിനങ്ങളിലുള്ള 3 ദിവസങ്ങൾ നമ്മൾ നടത്തേണ്ടത്. ആദ്യത്തെ 3 ദിവസം ദുർഗയെയും ഭദ്രകാളിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലെ അധമചിന്തകളും അധമവികാരങ്ങളും ഇല്ലാതാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നത്തെ 3 ദിവസം ഭൗതികമായ സമ്പത്ത് കിട്ടുന്നതോടൊപ്പം തന്നെ സദ്ഗുണങ്ങളാകുന്ന സമ്പത്ത് നമ്മുടെ മനസ്സിലേക്കും വന്നുകൊണ്ട് നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ആയുസ് എത്തുന്നത് വരെ നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള പ്രാപ്തി കിട്ടണമെന്ന് മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കാനും, അതുപോലെ വിനയമുള്ള അറിവുകൾ സ്വരൂപിച്ച് അറിവുകൾ നല്ലതിനു വേണ്ടി ചെയ്യുവാൻ. നമുക്കറിയാം, ബോംബ് കണ്ടുപിടിച്ചൊരു ശാസ്ത്രജ്ഞനുണ്ട്. അയാളെ നല്ല രീതിയിൽ നമ്മൾ മാനിക്കില്ല. എന്നാൽ നല്ലത് കണ്ടെത്തുന്ന ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ നല്ല രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരെ നല്ല രീതിയിൽ നമ്മൾ മാനിക്കും. അങ്ങനെ ഹൃദയങ്ങളുടെ ഇടയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മളെ നല്ലത് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള അറിവുകൾ സ്വരൂപിക്കാനുള്ള പ്രാർത്ഥനയുമായി വിനയാന്വിതനായി പ്രവർത്തിക്കാൻ സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കണം. ദിവസമാകാം വിജയദശമി. കുരുന്നുകൾക്ക് അറിവ് കൊടുക്കുന്ന, ക്ഷേത്രങ്ങളിൽ വെച്ച് അറിവ് കൊടുക്കുന്നത് പോലെ മഹത്വം മറ്റൊന്നുമില്ല. ഇന്നൊക്കെ വളരെ പരിഷ്കാരമായി പത്രം ഓഫീസുകളിലൊക്കെ അറിവ് കൊടുക്കുകയാണ്. പക്ഷെ ക്ഷേത്രത്തിൽ വെച്ച് അറിവ് കൊടുക്കുന്ന പോലെയുള്ള മഹത്വം മറ്റൊരു സ്ഥലത്തും കിട്ടില്ല. ഹരിശ്രീ ഗണപതേ എന്ന ആ മന്ത്രം ആ നാവിന്മേൽ കുറിച്ചാൽ കിട്ടുന്നത് പോലെയുള്ള മഹത്വം വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല. ആ 10ാമത്തെ ദിവസം നമ്മൾ ആ വിജയദശമി ആഘോഷിക്കുക. എന്താ? തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള വിജയമായി വിജയദശമി ആഘോഷിക്കുന്നു. അപ്പോൾ ഈ 9 ദിവസം നവരാത്രി ആഘോഷം കഴിഞ്ഞ് 10ാമത്തെ ദിവസം വിജയദശമിയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്ത് നമ്മുടെ മനസ്സിലെ, നമ്മുടെ ഹൃദയത്തിൽ ഭഗവതിയെ കുടിയിരുത്തിക്കൊണ്ട് ഒരു കായകൽപ്പ ചികിത്സ കഴിഞ്ഞ പോലെ ഒരു നവോന്മേഷത്തോടു കൂടി നമുക്ക് നമ്മുടെ പ്രവർത്തനം നിരതമാകാൻ സാധിക്കണം. അതാണ് നവരാത്രി നമുക്ക് തരുന്ന സന്ദേശം. ബംഗാളിൽ ദുർഗാപൂജ എന്ന പേരിലും കേരളത്തിൽ പൂജവയ്പ്പെന്നും ആയുധപൂജ എന്ന് പറയുന്ന പേരിലുമൊക്കെ നവരാത്രി ആഘോഷിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ദേശത്തും ഹൈന്ദവ ജനത വളരെ ഭംഗിയായി പരിപാലിക്കുന്ന ഒരു ആഘോഷമാണ് നവരാത്രി ആഘോഷം.
ഇതിൻ്റെ ഐതിഹ്യത്തിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നവരാത്രിയെക്കുറിച്ച്. മഹിഷാസുരൻ ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം മേടിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു സ്ത്രീയാൽ മാത്രമേ മരണപ്പെടുവാൻ പാടുകയുള്ളൂ എന്ന വരം മേടിച്ച ആ മഹിഷാസുരൻ അഹങ്കാരിയായി മാറുകയും മനുഷ്യരെയും ദേവന്മാരെയും ഋഷി പരമ്പരകളെയും ഋഷീശ്വരന്മാരെയും ഒക്കെ ഉപദ്രവിച്ചുകൊണ്ട് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരടങ്ങുന്ന ത്രിമൂർത്തികളും ഋഷീശ്വരന്മാരും ദേവന്മാരും ഒക്കെ ആദി പരാശക്തിയുടെ സർവചരാചരങ്ങൾക്കും സുഖം ലഭിക്കട്ടെ, നല്ലത് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലത് പറയുവാനും നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനും ഉള്ള കഴിവുകൾ ജഗദീശ്വരനും ഭഗവതിയും ദേവിയും ആദി പരാശക്തിയും ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം നൽകിയ പ്രിയപ്പെട്ട മധുവേട്ടനും മോഹൻദാസും അടക്കമുള്ള ഈ കമ്മിറ്റിയുടെ അമ്പല കമ്മിറ്റിയുടെ മറ്റു പ്രത്യേകതയുടെ മന്നത്തുറപ്പിനാവിന് ദൈവത്തെ പോലെ വിശ്വസിക്കുന്ന എനിക്ക് മന്തത്ത് ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെയൊരു പ്രഭാഷണം നടത്താൻ സാധിച്ചതിനുള്ള അതിനെന്നെ വിളിച്ച ഇതിന്റെ ഭാരവാഹികളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതിന് അവസരം തന്ന, അതിന് അനുഗ്രഹങ്ങൾ തന്ന ഗുരു പരമ്പരകൾക്ക് മുന്നിലും ഭഗവതിയുടെ മുന്നിലും ഒരിക്കൽ കൂടി സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൊടുമ്പ് മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് രണ്ടാം ദിനമായ ഇന്ന് വൈകുന്നേരം വളരെ നല്ല രീതിയിൽ ഈ നവരാത്രി മഹോത്സവം എന്താണെന്നും അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ചില ഉപമകൾ തന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിച്ച നമ്മുടെ കൃഷ്ണകുമാർ സാറിന് ഈ നമ്മുടെ അങ്ങനെ മന്നം ക്ഷേത്ര കമ്മിറ്റിയുടെ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ പരിപാടി ശ്രവിക്കുവാനും അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഒന്ന് കാണുവാനും വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മോൾക്കും അമ്മയ്ക്കും അതുപോലെ ഇതോടൊപ്പം വന്നിട്ടുള്ള നമ്മുടെ സന്തോഷി അവർക്കും ഈ മന്നം കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ പരിപാടി വീക്ഷിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങളായ ഓരോരുത്തർക്കും കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് ചെറിയൊരു ഉപഹാരം അത് നിർവഹിക്കുന്നതിന് വേണ്ടി വിഷ്ണുട്ടൻ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സെക്രട്ടറി ക്ഷണിക്കുന്നു. പ്രോത്സാഹനമാവാം, നല്ല രീതിയിൽ അവതരിപ്പിച്ചതല്ലേ.